അപ്പം ഞാൻ നിങ്ങളോട് ഇന്നലെ ഒരു പ്രൊഡക്റ്റിൻ്റെ റിവ്യൂ പറയാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. വേറെ ഒന്നുമല്ല, വിസ്പറിൻ്റെ സൂപ്പർ അബ്സോർബൻ പീരിയഡ് പാൻറ്റിനെ പറ്റിയിട്ടുള്ള റിവ്യൂ ആയിരുന്നു ഞാൻ പറയാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇത് ആക്ച്വലി ഞാൻ ഒരെണ്ണം യൂസ് ചെയ്തിട്ടുണ്ട്. ഞാൻ മേടിച്ചതല്ല, ഞാൻ നോർമലി പാഡ് അല്ലെങ്കിൽ അതേപോലെ പീരിയഡ്സ് പാൻറ്റി ഒന്നും യൂസ് ചെയ്യാറില്ല. ഞാൻ നോർമലി യൂസ് ചെയ്യാറ് മെൻസ്ട്രൽ കപ്പാണ്. അപ്പം ഇത് ഞാൻ മേടിച്ചല്ല, ഞാൻ ബ്ലിങ്കിറ്റിന്നോ സെപ്റ്റോന്നോ മറ്റോ സാധനം മേടിച്ചപ്പോൾ എനിക്ക് ഫ്രീ ആയിട്ട് കിട്ടിയതായിരുന്നു ഇതിന് മുന്നേ. അപ്പോൾ ഇതിൽ നിന്ന് ഒരെണ്ണം യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരെണ്ണം യൂസ് ചെയ്തപ്പം എനിക്ക് തോന്നിയ കാര്യങ്ങളും അതേപോലെ തന്നെ ഇതിൽ കൊടുത്തിരിക്കുന്ന കുറച്ച് ക്വാളിറ്റീസ് കാര്യങ്ങളൊക്കെ പറയാനാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ കാണുന്നതിന് മുന്നേ എല്ലാവരും ചാനലൊന്ന് ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ഒക്കെ ചെയ്യുക. അപ്പോൾ ഇനി നമുക്ക് റിവ്യൂയിലേക്ക് കിടക്കാം. ഓക്കെ, സോ ഇത് വിസ്പറിൻ്റെ സൂപ്പർ അബ്സോർബൻ പീരിയഡ് പാൻറ്റിയാണ്. 360 ഡിഗ്രി ലീക്കേജ് പ്രൊട്ടക്ഷൻ തരുന്ന ഹെവി ഫ്ലോയിലും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കൈൻഡ് ഓഫ് പീരിയഡ് പാൻറ്റിയാണ് ഇത്. ഇത് ആക്ച്വലി നമ്മുടെ പാൻറ്റി പോലെ തന്നെയാണ്. ഫുൾ ബാക്ക് കവറേജ് ഉണ്ട്. നമ്മുടെ ഹെവി ആയിട്ടുള്ള ഗഷസ് പോലും ഇത് അബ്സോർബ് ചെയ്യും. അതേപോലെ തന്നെ സിൽക്കി സോഫ്റ്റ് ആൻഡ് കംഫർട്ടബിൾ ഫീൽ ആണെന്നാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. അപ്പം ഇത് ആക്ച്വലി കവറിൻ്റെ ഉള്ളിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനൊരു ബ്ലൂ കളർ ഒരു റാപ്പിലാണ് ഇത് വരുന്നത്. ഈ റാപ്പ് നമ്മൾ എന്താ പറയുക, പൊളിച്ചു കഴിഞ്ഞാൽ അതിൽ ഷൂയും ഞാൻ കാണിച്ചു തരാം. ഇങ്ങനെയാണ് ഉണ്ടാവുക. ഓക്കെ, ഇങ്ങനെയാണ് ഇത് ഉണ്ടാവുക. ഒരു നോർമൽ ഒരു പാൻറ്റി. സോ ഇതെന്ന് പറയുന്നത് എൻ്റെ കയ്യിൽ ഇപ്പോൾ ഉള്ളത് മീഡിയം ടു ലാർജ് സൈസാണ് ഇതിൻ്റെ. ഓക്കെ, സോ ഇത് ഇങ്ങനെയാണ് കാണാൻ. ആക്ച്വലി നമ്മളെ ഒരു നോർമൽ പാൻറ്റി പോലെ തന്നെയാണ് ഉണ്ടാവുക. ആൻഡ് സി, ഇതിൻ്റെ ഉള്ളിൽ വരുന്നത് ഒരു കോട്ടൺ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു കോട്ടൻ്റെ ഒരു കൈൻഡ് ഓഫ് ഒരു ലെയറാണ് വരുന്നത്. ഇത് നമ്മൾ ഇട്ടതിന് ശേഷം ഇതിൻ്റെ മുകളിൽ നമ്മൾ എന്താ പറയുക, നമ്മളുടെ പാൻറ്റി ഇടണം. ഓക്കെ, എന്നിട്ടാണ് ഇത് യൂസ് ചെയ്യേണ്ടത്. അങ്ങനെയാണ് ഇതിൻ്റെ റാപ്പിൽ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, റാപ്പിൽ കൊടുത്തിട്ടുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫ്രണ്ട് ഭാഗം നോക്കിയിട്ട് അത് നമ്മൾ നോർമൽ പാൻറ്റീസ് ഇടുന്ന പോലെ തന്നെ ഇടാം. എന്നിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ റെഗുലർ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന പാൻറ്റി ഇടാം. അങ്ങനെയാണ്. റിമൂവ് ചെയ്യുക എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോർമലായിട്ട് നമ്മൾ പാൻറ്റീസ് ഊരുന്ന പോലെ നമുക്ക് ഊരാൻ പറ്റും. അതല്ലെങ്കിൽ നമുക്കിതാ ഈ സൈഡിലും ഈ സൈഡിലും അതേപോലെ തന്നെ ഈ സൈഡിലും രണ്ട് ഇതുണ്ട്. അതിങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ ഇത് ഊരി വന്നോളും. ഓക്കെ, അങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പം ഇത് ഞാൻ പേഴ്സണലി യൂസ് ചെയ്യാത്തൊരു സാധനമാണ്. ആക്ച്വലി ഞാൻ മെൻസ്ട്രൽ കപ്പാണ് കംഫർട്ടബിൾ ആയിട്ടുള്ളത്. അതുകൊണ്ട് ഞാൻ മെൻസ്ട്രൽ കപ്പേ യൂസ് ചെയ്യാറുള്ളൂ. അപ്പം ആക്ച്വലി ഇത് ഞാൻ ഒരു വട്ടം യൂസ് ചെയ്ത് നോക്കി. കഴിഞ്ഞ വട്ടം എനിക്ക് പീരിയഡ്സ് ആയ സമയത്തായിരുന്നു ഞാനിത് യൂസ് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പം ഇത് യൂസ് ചെയ്തപ്പം എനിക്ക് ഫീൽ ചെയ്തത് പാഡ്, നോർമൽ പാഡ് യൂസ് ചെയ്യുന്ന പോലെ ഉള്ള ഒരു സ്റ്റിക്കി ആയിട്ടുള്ള ഒരു സാധനമോ അല്ലെങ്കിൽ നമുക്ക് റാഷസ് ചൊറിച്ചൽ അതൊന്നുമില്ല. ഇത് യൂസ് ചെയ്യുമ്പോൾ കംഫർട്ടബിൾ ആയിട്ട് വിയർ ചെയ്യാൻ പറ്റുന്നുണ്ട്. നോർമൽ നമുക്ക് അധികം നമ്മളെ ഒരു ഏരിയ ഒന്നും ബൾക്കി ആയിട്ട് തോന്നാതെ ഭയങ്കര നോർമൽ ആയിട്ട് തന്നെയാണ് ഇത് ഇട്ട് കഴിഞ്ഞാലും തോന്നുക. അത്ര വലിയ ബൾക്കി ആയിട്ടൊന്നും ഫീൽ ചെയ്യത്തില്ല. നമ്മൾ നോർമലി പാഡ് വയ്ക്കുന്ന ആ ഒരു ഇത് തന്നെ ഉള്ളൂ. പക്ഷെ പാഡിനേക്കാളും കുറച്ചും കൂടെ കംഫർട്ടബിൾ ആണ്. നിങ്ങൾ നോർമൽ മെൻസ്ട്രൽ കപ്പ് യൂസ് ചെയ്യാത്ത ആൾക്കാരാണ്, പാഡ് മാത്രം യൂസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് എന്താ പറയുക, ഇപ്പോൾ ഈ ഒരു പീരിയഡ്സ് ആയിട്ടുള്ള ഹെവി ഫ്ലോ ആയിട്ടുള്ള ടൈമിൽ നിങ്ങൾക്ക് പുറത്ത് പോകാനോ കുറച്ച് അധികം നേരം പുറത്ത് സ്പെൻഡ് ചെയ്യേണ്ട സമയമൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സാധനം ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. ഇത് ഡിസ്പോസിബിളും ആണ്. ഡിസ്പോസിബിൾ അല്ലാത്ത ഒരുപാട് പീരിയഡ് പാൻറ്റീസും ഉണ്ട്. നമുക്ക് വാഷ് ചെയ്തിട്ട് റീയൂസ് ചെയ്യാൻ പറ്റുന്ന പോലത്തെ പീരിയഡ് പാൻറ്റീസ് അങ്ങനെയുള്ളത് വേണമെങ്കിൽ ഉപയോഗിക്കാം. പക്ഷെ നിങ്ങൾക്ക് പെട്ടെന്ന് ഒരു വൺ ടൈം യൂസ് ഒക്കെ ആണെങ്കിൽ ഇതിൻ്റെ ഒരു പാക്കറ്റ് മേടിച്ച് വെക്കുന്നത് നന്നായിരിക്കും. അപ്പം എന്താ പറയുക, ഇത് യൂസ് ചെയ്യണമെന്നുള്ളവർക്ക് നോർമൽ മെഡിക്കൽ സ്റ്റോറിനും അതേപോലെ തന്നെ ബ്ലിങ്കിറ്റിൽ സെപ്റ്റോയിൽ എല്ലാം അവൈലബിൾ ആണ് ഈ സാധനം. നിങ്ങൾക്ക് എന്താ പറയുക, ഞാൻ പറഞ്ഞ പോലെ തന്നെ മെൻസ്ട്രൽ കപ്പ് യൂസ് ചെയ്യാൻ വേണ്ടി താല്പര്യമില്ല, അപ്പം നിങ്ങൾക്ക് ഹെവി ഡേയ്സിൽ ഇത് ഹെൽപ്ഫുൾ ആയിരിക്കും. ഇതേപോലെയുള്ള ഒരുപാട് പ്രൊഡക്ട്സ് ഉണ്ട്. അപ്പം ലൈക്ക് ഇത്രയാണ് ഞാൻ ഉപയോഗിച്ചതെന്ന് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. പക്ഷെ ഞാൻ ഇതിൽ അത്രയ്ക്ക് കംഫർട്ടബിൾ അല്ലായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ മെൻസ്ട്രൽ കപ്പ് യൂസ് ചെയ്യുന്നതുകൊണ്ട് ഞാൻ ഇതിൽ അത്രയ്ക്ക് കംഫർട്ടബിൾ അല്ലായിരുന്നു. പക്ഷെ ദോസ് ഹു ആർ കംഫർട്ടബിൾ വിത്ത് പാഡ്സ് അവർക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റും.
ഇത് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള ആൾക്കാർക്ക് ഇത് ഞാൻ എന്തായാലും റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. വാങ്ങുമ്പോൾ സൈസ് നോക്കി മേടിക്കാം. ഇതിൽ ആക്ച്വലി സ്മോൾ, മീഡിയം, ലാർജ് അങ്ങനെയൊക്കെ വരുന്നുണ്ടെന്നാണ് തോന്നുന്നത്. എക്സൽ സൈസിലൊക്കെ വരുന്നു തോന്നുന്നുണ്ട്. അപ്പം അത് നിങ്ങളുടെ സൈസ് ഏതാണോ അത് നോക്കിയിട്ട് മേടിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു പ്രൊഡക്റ്റിനെ പറ്റിയുള്ള റിവ്യൂ എന്ന് പറയാനായിട്ട്. സോ ദാറ്റ്സ് ഇറ്റ്. സോ നിങ്ങൾക്ക് റിവ്യൂവും ചാനലും ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുകയും ഫോളോ ചെയ്യുകയും സപ്പോർട്ട് ചെയ്യുകയൊക്കെ ചെയ്യുക. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. ബൈ.